ഓണം ഇങ്ങ് അടുത്തെത്തിയല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സ്പെഷ്യൽ ബോളി ഉണ്ടാക്കിയാലോ. തിരുവനന്തപുരംകാരുടെ സ്വന്തം ബോളി, നല്ല സോഫ്റ്റ് ബോളിയും പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം പാലട പ്രഥമനും. ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കണം. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല, സ്വർഗം. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ നമുക്ക് നല്ലൊരു ബോളി തയ്യാറാക്കാം. ആദ്യം നമുക്ക് മാവൊന്ന് കുഴച്ച് വെക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദാമാവ് എടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് വെക്കണം കേട്ടോ. ഇതുപോലെ ലൂസായിട്ട് കിട്ടണം. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടച്ചങ്ങ് മാവ് മാറ്റി വയ്ക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടട്ടെ. ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണേ. ഇനി 1 കപ്പ് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് കൊടുത്തു. 2 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. വെന്ത കടലപ്പരിപ്പ് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണേ. എന്നിട്ട് ഒരു പാനിലിട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാരയും ഏലക്കായും ജാതിക്കയുടെ കുരുവും കൂടെ പൊടിച്ചെടുത്താണേ, അതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഉരുട്ടി വയ്ക്കാം. ഇനി നമ്മുടെ മാവിൽ നിന്ന് കുറച്ച് മാവ് എടുക്കാം. എന്നിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ആ ഒരു കടലപ്പരിപ്പിൻ്റെ ബോൾ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ എടുക്കണം കേട്ടോ. എക്സസ് വരുന്ന മാവില്ലേ, അതങ്ങ് മാറ്റി കൊടുക്കണം. തീരെ നൈസായിരിക്കണം കേട്ടോ മാവ് എടുക്കുന്നത്, എന്നാലേ ഉള്ളൂ ബോളി നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ബോളുകളും ചപ്പാത്തി പരത്തുന്നുള്ള പരത്തിയെടുക്കാം. കുറച്ച് അരിപ്പൊടി തൂവിയിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഓരോ ബോളി ഇട്ടിട്ട് ചുട്ടെടുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കുറച്ച് നെയ്യൊക്കെ തൂത്ത് കൊടുത്ത് അങ്ങ് ചുട്ടെടുത്താൽ നല്ല സോഫ്റ്റ് ബോളി റെഡിയായി കിട്ടും. ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബോളി. ഇനി നമുക്ക് നല്ലൊരു പാലട പായസം ഉണ്ടാക്കാം. അതിനായിട്ട് വെള്ളം തിളച്ച് വന്നപ്പം അതിലേക്ക് ചെറിയ അടയില്ലേ, അതിട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചിട്ട് തീ ഓഫാക്കി അവിടെ വെച്ചു. ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ അട റെഡിയായി കിട്ടുകയെ. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ട് നിറമൊക്കെ മാറി വന്നപ്പം അതിലേക്ക് 2 ലിറ്റർ പാലൊഴിച്ച് അവിടെ അങ്ങ് വെച്ചു. അതങ്ങ് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ അടയും റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത അട ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകി കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാല് തിളച്ചപ്പം അടയിട്ട് കൊടുത്തു. ഇനി കൈവിടാതെ ഒരു 50-55 മിനിറ്റൊക്കെ എടുത്തു കേട്ടോ ഈ പായസം ഇതുപോലെ ഒന്ന് കുറുകി കിട്ടാൻ. അങ്ങനെ കൈവിടാതെ ഇളക്കി പായസം കുറുക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് ഏലക്ക പൊടിച്ചതും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം റെഡി ആയിട്ടുണ്ട്. ഈ പാലട പായസവും ബോളിയും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണസദ്യയിൽ ഇതുപോലെ ബോളിയും പായസം കൂടെ കൂട്ടി എത്ര പേര് കഴിക്കും, കമൻറ്റ് ചെയ്യണം കേട്ടോ.